ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. തീയൊന്നും കത്തിക്കാതാണ് നമ്മൾ ഈ ലഡു ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം പൊരി എടുത്തിട്ടുണ്ട്. അത് ഒരു ജാറിലോട്ട്, മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് 100 ഗ്രാം കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ അതിനൊപ്പം അരക്കപ്പ് ശർക്കര പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കാം. കണ്ടോ, എല്ലാം പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഏലക്കാപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കിനി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലെ പ്രധാനമായ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചക്കയാണ്. ഞാനിവിടെ ഒരു 20 ചക്കച്ചുള എടുത്ത് വെച്ചിട്ടുണ്ട്. വരിക്ക ചക്കയുടെ ചുളയാണ്. അതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ചക്ക അരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ ഒന്ന് ആദ്യം സ്പാച്ചുലായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ ഇതിൽ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ചക്കയുടെ കൂട്ടിട്ട് കൊടുത്തത്. അത് നമുക്ക് ഈ ഉണ്ട ഉരുട്ടിയതിന് ശേഷം അതിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഈ കൈ കൊണ്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഉണ്ടയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. തീയൊന്നും കത്തിക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനൊക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല ടേസ്റ്റായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അതെല്ലാം മിക്സായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരേ വലിപ്പത്തിലുള്ള ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ അത് മുഴുവനും ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ ചക്ക സീസണൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാനൊക്കുന്നത്. ഇത് കണ്ടോ, എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊടി മാറ്റി വെച്ചതിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.